ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിശയിപ്പിക്കുന്ന കാര്യങ്ങള് അവള് ചെയ്യുന്നില്ലെന്നല്ല സിനി. ചില നേരത്ത് ചില കാര്യങ്ങളിൽ അവൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് ഇപ്പൊ സ്വർഗത്തിലെ കട്ടറും ആയാലേ നാളെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ ഇതിന്റെ ശിക്ഷ എനിക്ക് കിട്ടും. നടക്കട്ടെ. അയ്യോ മാണിക്കുഞ്ഞെ, മാണിക്കുഞ്ഞെ ഒന്ന് ചുമ്മാരി പോ. ചിരിച്ചോ ചിരിച്ചോ, ഇപ്പൊ മതിയായല്ലോ. മാണിക്കുഞ്ഞിന്റെ എല്ലാവരോടും പോയി പറയും. എടോ, എന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് മാണിക്കുഞ്ഞ. പുറത്തു പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പോവാ. ഏയ്, 2 ബട്ടൺസ് കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ ഇട്ട് എന്നിട്ട് പോയാ മതി. അതെ, ഇത്ര നാണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കത്തില്ലല്ലോ. ഇട്ട് വരുന്നുണ്ടോ? ഞാനൊരു ഉമ്മ തരട്ടെ? എന്ത്? ഉമ്മയ്ക്ക് വേറെന്താ പറയാ? ചുംബനം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? അതൊന്നും കുഴപ്പമില്ല. നവീൻ വിട്, നവീൻ വിട് പ്ലീസ് നവീൻ. അതെ, വ്രതം കഴിയാതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ. ഇത് എത്ര നേരമായി അവനെ ഒരുക്കാൻ തുടങ്ങിയിട്ട്? നവീൻ എവിടെ? അതമ്മേ, ആരോടുണ്ടമ്മേ? സാറേ, കഴിഞ്ഞോ? പിന്നെ റെഡി ചെയ്ത് കണ്ടില്ലേ? അതല്ല സാറേ, കഴിഞ്ഞു എന്നാ ചോദിച്ചേ. എടോ മാണിക്കുഞ്ഞെ, നല്ല ചേർച്ചയുണ്ട് അല്ലെ മാണിക്കുഞ്ഞെ? പിന്നെ ചേർച്ചയില്ലാതിരിക്കോ അമ്മേ? ആഹാ, ഇതെന്താ വല്ല ഫാഷൻ പരേഡ് നടക്കുന്നുണ്ടോ? ആ നിലയ്ക്കാണല്ലോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ. ആ, എന്താ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. അതിന് ഇത്ര ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ? നിർമ്മലയ്ക്കും കീർത്തിക്കും ഇതൊക്കെ പറഞ്ഞാലേ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മോളെ, ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മീറ്റിങ്ങിന് പോയിട്ട് വാ. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അമ്മ എന്നൊന്ന് അനുഗ്രഹിക്കണം. മോളെ, സന്തോഷമുള്ള വാർത്തയുമായിട്ട് പോയി വാ. കഥ വാ. ഈശ്വര, എന്റെ മകളെ കാത്ത് രക്ഷിക്കണേ. ഓരോരുത്തർ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മളെ മുന വെച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അമ്മേ. അതെടി മോളെ, കുറച്ചു കാലം ചിലതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ഗാഥയുടെ പൂജയില് എന്തോ വിഘ്നം വരുന്നുണ്ടെന്നുള്ള കാര്യം അമ്മ സംസാരിച്ചിരുന്നല്ലോ. എന്നിട്ടെന്താ അതിനുവേണ്ടി ഒന്നും ചെയ്യാത്തെ? അവള് പോയി തിരിച്ചു വരട്ടെ. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൂജയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും.
ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കും. സിനി, കൃഷ്ണയും നവീനും മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കാണുവോ? എത്തിക്കാണുമായിരിക്കും മാം. ഞാൻ വിളിച്ചില്ല. സിനി ഒന്ന് വിളിക്കേ. മീറ്റിംഗിൽ അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. മാണിക്കുഞ്ഞിനെ വിളിച്ചാൽ മതി. ആ. മീറ്റിംഗ് സമയത്ത് അയാളോടൊന്ന് വീഡിയോ കോളിൽ വരാൻ പറ, നമുക്ക് കാണാലോ. ശരി മാം. ഗുഡ് മോർണിംഗ് സിനി. മാണിക്കുഞ്ഞെ, നവീനും ഗാഥയും മീറ്റിങ്ങിന് പോയോ? ആ പോയി. ഞാനും മീറ്റിംഗ് പ്ലേസിലാ ഉള്ളത്. മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. മാണിക്കുഞ്ഞൊന്ന് മീറ്റിംഗ് നടക്കുമ്പോ വീഡിയോ കോളിൽ വരണമെന്ന് സിത്താര മാം പറഞ്ഞിട്ടുണ്ട്. ഗാഥാ മാഡത്തിന്റെ പെർഫോമൻസ് ഒന്ന് കാണാലോ. ഓ അയ്യോ സിനി, എല്ലാ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഉള്ള ഒരു മീറ്റിംഗ് ആണിത്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞാ അത് പറ്റുമോന്ന് അറിയില്ല. ഇങ്ങ തന്നെ. ആ, ഞാൻ ഫോൺ മാമിന് കൊടുക്കാം. ദാ. ഹലോ മാണിക്കുഞ്ഞെ, ഹലോ മാഡം. വീഡിയോ കോളിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നവീനെ വിളിക്കാം. അയ്യോ അയ്യോ വേണ്ട മാഡം, അവര് ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ തന്നെ ശ്രമിച്ചോളാം മാഡം. അല്ല, എന്തെങ്കിലും പ്രോട്ടോകോൾ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചാ ഞാനങ്ങനെ പറഞ്ഞതേ. ഇതിനങ്ങനെ പ്രോട്ടോകോൾ വിഷയമാവാനായിട്ടൊന്നും തീരെ സാധ്യതയില്ല. താൻ ഏതായാലും നോക്ക്. ഇനി വീഡിയോ കോളിൽ സാധിക്കില്ലെങ്കിൽ നോർമൽ കോളിൽ വിളിച്ചാലും മതി തന്നെ. ഓക്കെ മാഡം. ഇന്നത്തെ മീറ്റിംഗിൽ മിനിസ്റ്റർ വന്നിട്ടുണ്ടോ? മിനിസ്റ്റർ ഇല്ല മാഡം, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഉണ്ട്. പിന്നെയുള്ളത് ഹൗസ് ബോർഡിന്റെ ആൾക്കാരാ. ഓ, വലിയൊരു ടീമാണല്ലേ? അതെ മാഡം. പക്ഷേ ഗാഥാ മാഡത്തിന്റെ കാര്യത്തിലേ ഞാൻ കോൺഫിഡന്റാ. ഗാഥാ മാഡം പറയുന്ന കാര്യങ്ങള് അവർക്കൊക്കെ തൃപ്തികരമായിരിക്കും. ഞാൻ ഫോൺ വിളിക്കും മാഡം. നവീൻ സാറ് വിളിക്കുന്നുണ്ട്. ആ, ഓക്കേ. മാണിക്കുഞ്ഞ് അവളെ കുറിച്ച് വലിയ കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. പക്ഷേ മാം, ഒന്നും ബോധ്യപ്പെടാതെ നവീനെ പോലൊരു കണ്ണിങ് ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ കൃഷ്ണയും കൊണ്ട് പുറപ്പെടൂ? അതിശയിപ്പിക്കുന്ന കാര്യങ്ങള് അവള് ചെയ്യുന്നില്ലെന്നല്ല സിനി. ചില നേരത്ത് ചില കാര്യങ്ങളിൽ അവൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് ഐ ഡോണ്ട് നോ. എന്തായാലും അവള് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. ഉം.